ഹായ്. ജർമ്മനി ഒപ്പയർ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പോയിന്റ്മെന്റുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒന്ന്, നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ സെന്റർ ചൂസ് ചെയ്യുമ്പോൾ കേരളത്തിൽ നിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ കൊച്ചിൻ അല്ലെങ്കിൽ ബാംഗ്ലൂർ ആണ് ചൂസ് ചെയ്യേണ്ടത്. രണ്ട്, നിങ്ങളുടെ വിസ കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ നാഷണൽ വിസ, എംപ്ലോയ്മെന്റ് കാറ്റഗറി, അതിന് സബ് കാറ്റഗറി ചൂസ് ചെയ്യുന്നത് ഒപ്പേർ തന്നെ ആയിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വിസ ആപ്ലിക്കേഷൻ സെന്ററിൽ എൻട്രി ചെയ്യാനായിട്ട് അനുവദിക്കുന്നതായിരിക്കില്ല. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്ന്, എംബസി ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്ലോട്ട്സിന്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് പ്രകാരം ഏപ്രിൽ 13 വരെയുള്ള സ്ലോട്ട്സ് ഓൾറെഡി ഫിൽ ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്ലോട്ട്സ് എംബസി ഓപ്പൺ ആക്കിയിട്ട് വേണം നമുക്ക് ലഭിക്കാനായിട്ട്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ലോട്ട്സുകൾ മാത്രമാണ് ഇപ്പോൾ എംബസി റിലീസ് ചെയ്യുന്നത്. സോ പരമാവധി നേരത്തെ തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ ജർമ്മൻ കോൺസുലേറ്റ് ബാംഗ്ലൂരിന്റെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ അതിന്റെ വെബ്സൈറ്റിന്റെ ലിങ്ക് കൂടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താങ്ക് യു ഓൾ.